ഒരു പ്രമുഖ കോളേജിൽ നിന്നും ഒരു യുവ വിദ്യാർത്ഥിയെ കാണാതായിട്ട് മാസം 1 കഴിഞ്ഞു. ക്യാമ്പസിൽ നിന്ന് നേരിട്ട ഒറ്റപ്പെടുത്തലും പരിഹാസങ്ങളും മർദ്ദനങ്ങളുമാണ് ശ്യാം എന്ന ഈ ബിരുദ വിദ്യാർത്ഥിയുടെ തിരോധാനത്തിന് പുറകിൽ എന്നാണ് സംശയിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിറ്റി ടൈംസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. സർ, ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. കഴിഞ്ഞ 1 മാസത്തോളമായി ഈ ക്യാമ്പസിൽ നിന്ന് മിസ്സായിട്ടുള്ള ശ്യാമിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കുട്ടിയുടെ സ്വയഷ്ടപ്രകാരം പോയതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ശ്യാം ഇവിടെ ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പയ്യനാണ്. അധികം ഒരു ഗ്ലൂമി ആയിട്ടാണ് അവനെ നമ്മൾ ഒട്ടുമിക്ക സമയത്തും കണ്ടത്. ഈ മിസ്സിംഗായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ശ്യാമിനെ കുറേ പേര് ഹറാസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഒക്കെ അവനെ എന്താ പറയുക, ഒരുപാട് അവനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് പറഞ്ഞ് ഒരു പരാതി എനിക്കും പ്രിൻസിപ്പളിനും കൊടുത്തിരുന്നു. സാധാരണ രീതിയിൽ കോളേജ് ആകുമ്പോൾ റാഗിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ റാഗിങ്ങിൻ്റെ ബേസിലാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് അവൻ പോയതിനായിട്ട് ബന്ധത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധ പങ്കുമില്ല. ഏറ്റവും കൂടുതൽ അവനെ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ കോളേജിൽ നിന്നാണ്. കഴിഞ്ഞ 1 മാസം മുന്നേ ക്യാൻറ്റീനിൽ നിന്ന് ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഹറാസ്മെൻറ്റും ബോഡി ഷേമിങ്ങും അങ്ങനെ പല കാര്യങ്ങളും അവന് എനിക്ക് പറയാൻ പറ്റില്ല. അവന് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നതും കടിയെടുക്കുന്നതൊക്കെ. ഈ മിസ്സാവുന്നതിന് അന്ന് തന്നെ ഇവിടെ വന്ന് ഒരു ബ്ലേഡും എടുത്ത് പോയി. അത് അന്ന് പോലീസ് വന്ന് ചോദിച്ചന്ന് കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്തേക്ക്. പക്ഷേ എന്തിനാണ് എന്താണെന്ന് അറിയില്ല, ഒരു ബ്ലേഡ് എടുത്ത് പോയിട്ടുണ്ട് ചെക്കൻ. ഒരു എൻക്വയറി കമ്മിറ്റി ഇട്ടിട്ടുണ്ട്. പേരൻസ് അവരുടെ പേരൻസിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഡ്വൈസറിനും ഈ കാര്യം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ പറയുന്ന എല്ലാ നോംസും അനുസരിച്ചിട്ടുള്ള അന്വേഷണം അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഓൻ്റെ കോളേജിൽ ആ പ്രിൻസിപ്പാളെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവിടെ അയാൾ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ട് പരാതി കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്ത് പോലീസുകാരും ഒക്കെ നോക്കാം, അല്ലെ കോളേജിൽ നിന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടും ആയിട്ടുമില്ല. സമരത്തിനോടുള്ള എല്ലാ പിന്തുണയും ഞാൻ എൻ്റെ യൂണിയൻ നൽകുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി എന്നതിലുപരി അവരുടെ ഒരു മകനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവരെ പിന്തുണയ്ക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണം മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ യൂണിയന് നൽകുന്നുണ്ട്. അവൻ ഇങ്ങനെ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ സാധാരണ ഇങ്ങനെ ഇൻട്രോവേർട്ടഡ് ആയിട്ടും ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് പറയലുണ്ട് എന്നല്ലാണ്ട് ഇപ്പം ചെയ്യണ്ടില്ലേന്ന് തോന്നുന്നു. ഐ ഡു ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. ഞാൻ എൻ്റെ അവസ്ഥ നമ്മൾ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ പോലും എന്നെ സപ്പോർട്ടില്ല. ഞങ്ങളെ ഈ ഒരവസ്ഥയിലാണ് ഞങ്ങളെ ജീവിതം. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അവന് കുറച്ചുകൂടി മുന്നിലാണ്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി കോളേജിലേക്ക് വരുമ്പോൾ അവന് കോളേജിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും അവൻ ഡൗൺ ആയി പോകും. ആദ്യമൊക്കെ അവൻ സ്ഥിരമായിട്ട് കവിത, നോവൽ, ആ ഒരു ഫിക്ഷൻ ടൈപ്പ് പുസ്തകങ്ങളായിരുന്നു നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് ഈ മിസ്സിങ് ആവുന്നതിൻ്റെ കുറച്ച് മുമ്പേ അവൻ്റെ വായനാശീലത്തിലൊക്കെ ഒരു മാറ്റം വന്നു. ഒരു അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ, മർക്കസിൻ്റെ പുസ്തകങ്ങൾ, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അവരൊക്കെ ഒരു പുസ്തകങ്ങൾ, ജീവചരിത്രങ്ങൾ, ആ ഒരു ആശയപരമായിട്ടുള്ള പുസ്തകങ്ങളാണ് പിന്നീട് അവൻ്റെ വായനാശീലത്തിലേക്ക് നമ്മൾ കണ്ടത്. ഓനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ചെക്കനായിരുന്നു. അതായത് എല്ലാവരും ഓനെ കളിയാക്കലൊക്കെ സർവ്വസാധാരണമായിരുന്നു. നമ്മൾ അന്ന് ഓന അടിച്ചത് എല്ലാവരും കണ്ട്. അല്ലാതെ എത്രയോ ആൾക്കാർ ഓനെ ബുള്ളി ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ എന്നു പറയുന്നത് അത് സമരം നടത്താനുള്ള പേരൻസിന് നടത്താനുള്ളത് അധികാരം എൻ്റെ കോളേജിൻ്റെ പുറത്ത് നടത്താനുള്ള നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല. അത് സമരം നടത്തിക്കോട്ടെ. അന്വേഷണ റിപ്പോർട്ട് വരുന്ന അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മേലധികാരികൾക്ക് ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അവൻ്റെ വീട്ടിലെ കാര്യമായാലും അച്ഛനും സുഖമില്ല. അപ്പോൾ എന്തായാലും അവൻ തിരിച്ചു വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എവിടെയും പോയില്ല. ഒരു സ്റ്റുഡൻറ്റ് മിസ്സിംഗ് ആണെന്നറിയാം, ബട്ട് ഐ ഡോണ്ട് നോ ഹിം പേഴ്സണലി. ഇല്ല, അറിയില്ല. നോ കമൻറ്റ്സ്. യു മീൻ ദാറ്റ് ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എൻ്റെ മകനെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ കലാലയത്തിലെ ശ്യാം എന്ന ബിരുദ വിദ്യാർത്ഥിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ ഞങ്ങളുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. 1 മാസമായി മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാതെ കണ്ണീർ വാർക്കുന്ന ഒരച്ഛനും അമ്മയും ഇപ്പോഴും സമരത്തിലാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ അവന്റെ കൂട്ടുകാരും കാത്തിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണമായി ശ്യാമിന്റെ തിരോധാനവും മാറുകയാണ്. ക്യാമറാമാൻ അരുണിനോടൊപ്പം രേവതി.
എടാ നമ്മുടെ ശ്യാം വന്നടാ. ഇത് ഞാനട്ടാ, നിങ്ങളുടെ നികയട്ടാ. എവിടെയും പോയില്ല, ഇവിടെ കാണുമട്ടാ. ഇത് ഞാനടാ, നിങ്ങളുടെ നികയടാ. എവിടെ പോയില്ല, ഇവിടെ കാണുമടാ. ഇത് ഞാനടാ, നിങ്ങളുടെ നികയടാ. എവിടെ പോയില്ല, ഇവിടെ കാണുമടാ. ഹേ തള്ളി നോക്കാതെ എന്റെ ഒപ്പം കൂടി തുള്ളിഞ്ഞട്ട. കണ്ണും കള്ളം പറയുന്ന കാലമാണ് നോക്കനട്ട. തൊലിയുടെ നിറം നോക്കി കളിയാക്കി ചൊല്ലാത്തട്ട. തൊലി നിറ പലതുണ്ട്, പല നിറം ഒലിച്ചാതി. കണ്ണു തള്ളി നോക്കാതെ എന്റെ ഒപ്പം കൂടി തുള്ളിഞ്ഞട്ട. കണ്ണും കള്ളം പറയുന്ന കാലമാണ് നോക്കനട്ട. തൊലിയുടെ നിറം നോക്കി കളിയാക്കി ചൊല്ലാത്തട്ട. തൊലി നിറ പലതുണ്ട്, പല നിറം ഒലിച്ചാതി. തൊലി നിറം പലതുണ്ട്, പല നിറം ഒലിച്ചാതി. Come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Let's dance. Let's dance, yeah. വിശന്നിട്ട് കൂടൽ കത്തി കരിഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ തുണി മറന്നില്ല, നിറഞ്ഞുടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ കരുത്തിന് കൂട്ടിഞ്ഞായി നിഴൽ പോലും ഇല്ലാത്തപ്പോൾ കരുത്തിറ്റ വാക്കുകൾ കൈ കൊതിച്ചിട്ടുണ്ടോ? വിശന്നിട്ട് കൂടൽ കത്തി കരിഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ തുണി മറന്നില്ല, നിറഞ്ഞുടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ കരുത്തിന് കൂട്ടിഞ്ഞായി നിഴൽ പോലും ഇല്ലാത്തപ്പോൾ കരുത്തിറ്റ വാക്കുകൾ കൈ കൊതിച്ചിട്ടുണ്ടോ? Come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Let's dance. Let's dance. Yeah. ഉടലിന്റെ ഉള്ളിലൊട്ടും ഇണങ്ങാതെ പിടയുന്ന ഉയിരിന്റെ ഉന്മതങ്ങൾ അറിയുമോ ബ്രോ? കള്ളിക്കള്ളിൽ ഒതുങ്ങാതെ കായത്തിന്റെ സമസ്യകൾ കണ്ണീരൊട്ടും ഒഴിയാതെ ഒറ്റപ്പെടലും. ഉടലിന്റെ ഉള്ളിലൊട്ടും ഇണങ്ങാതെ പിടയുന്ന ഉയിരിന്റെ ഉന്മതങ്ങൾ അറിയുമോ ബ്രോ? കള്ളിക്കള്ളിൽ ഒതുങ്ങാതെ കായത്തിന്റെ സമസ്യകൾ കണ്ണീരൊട്ടും ഒഴിയാതെ ഒറ്റപ്പെടലും. ഉന്നതമ കുലമില്ല, നീചമായ ജാതിയില്ല. ഉള്ളതൊന്നും മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹം മാത്രം. വെറുപ്പിന്റെ വിഷം തിന്ന തുറച്ചു നാം പറയണം. നമ്മളൊന്നും തമ്മിൽ വേണ്ട തീണ്ടല്ലൊന്നും ബ്രോ. ഉന്നതമ കുലമില്ല, നീചമായ ജാതിയില്ല. ഉള്ളതൊന്നും മനുഷ്യന്റെ ഉള്ളിലുള്ള സ്നേഹം മാത്രം. വെറുപ്പിന്റെ വിഷം തിന്ന തുറച്ചു നാം പറയണം. നമ്മളൊന്ന് തമ്മിൽ വേണ്ട തീണ്ടല്ലൊന്നും ബ്രോ. തീണ്ടല്ലൊന്നും ബ്രോ. തീണ്ടല്ലൊന്നും ബ്രോ. തീണ്ടല്ലൊന്നും ബ്രോ. Come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Be done with all jamming nonsense. Yeah, come on fellas, let's dance. Let's dance. Let's dance. Yeah. ഇത് ഞാനെടാ, നമ്മളൊന്നെടാ. വേർതിരിവില്ലട, വേദന വേണ്ടട. ഞാനെടാ, നമ്മളൊന്നെടാ. വേർതിരിവില്ലട, വേദന വേണ്ടട. ഞാനെടാ, നമ്മളൊന്നെടാ. വേർതിരിവില്ലട, വേദന വേണ്ടട. ഞാനെടാ, നമ്മളൊന്നെടാ.